ശബരിമല സ്വർണ്ണക്കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ക്രമക്കേടുകൾ ഇല്ലെന്ന വിജിലൻസ്. മോഹൻലാൽ, സുരേഷ് ഗോപി അടക്കം 22 പേർ സ്വർണം നൽകിയതിന്റെ രേഖകൾ ശബരിമലയിലുണ്ട്. ഇതിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ട കുറ്റങ്ങളൊന്നുമില്ല എന്ന വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ച ഹൈക്കോടതി കേസ് നടപടികൾ അവസാനിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിരോധത്തിലായ CPM-ന് കോൺഗ്രസിനെ അടിക്കാൻ കിട്ടിയ ഏറ്റവും വലിയ വടിയായിരുന്നു ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ. പ്രത്യേകിച്ച് അത് നടന്നത് കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ഘട്ടത്തിലാണ്. അവിടെ ഈ സ്വർണം സംഭാവന ചെയ്തവരുടെ കാര്യത്തിൽ കണക്കുകളില്ല, ഇതായിരുന്നു ആരോപണം. അതിലാണ് ഹൈക്കോടതി ഒരു പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശിച്ചത്. ഇപ്പോൾ ആ അന്വേഷണം പൂർത്തീകരിച്ച് ഹൈക്കോടതിയിലേക്ക് വിജിലൻസ് എത്തി ആ റിപ്പോർട്ട് കൈമാറി. ഇതിൽ കേസെടുത്ത് അന്വേഷിക്കാൻ കഴിയുന്നതായി ഒന്നുമില്ല എന്നതാണ് വിജിലൻസ് റിപ്പോർട്ട്. അത് അംഗീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആ കേസ് നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിലും വലിയ ആയുധമാക്കാനിരിക്കുന്ന പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഭാഗ്യമായി തന്നെ അവർ കാണുന്നു. പ്രത്യേകിച്ച് അജയ് തറയിൽ ഇതിൽ ഒരു ക്ലീൻ ചീറ്റ് കിട്ടിയതോടെ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഈ സ്വർണ്ണക്കൊള്ള ആരോപണത്തിന്റെ ഗൗരവം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാത്രമല്ല കട്ടത്, മറ്റവരും കട്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരു കളവും നടന്നിട്ടില്ല എന്നപ്പോ കോടതി പറഞ്ഞത്. കോടതി നിരീക്ഷണത്തിൽ നടന്ന കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആരോപണങ്ങൾ നിലനിന്നത് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അജയ് തറയിലിനെതിരെയാണ്. അദ്ദേഹമായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം. എന്തായാലും വിജിലൻസ് ക്ലീൻ ചീറ്റ് നൽകിയതോടെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊരു സീറ്റ് പോലും കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുപോലും അടയ്ക്കുന്ന രീതിയിലേക്ക് ഈ ആരോപണങ്ങൾ പോയി. ഇത് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാൻ ഉണ്ടാക്കിയെടുത്ത ഒരായുധമാണ്, അല്ലെങ്കിൽ വലിയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ അജയ് തറയിലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ കൂടി ഇത്തരം കാര്യങ്ങൾ പെടുത്താമോ എന്ന ഉദ്ദേശത്തിന്റെ പേരിൽ ഏറ്റെടുത്ത ഒരു വിഷയമാണ് ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പ്രശ്നം. കൊച്ചിയിൽ നിന്ന് ബിനിൽ, മാതൃഭൂമി ന്യൂസ്.